ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് നല്ല സുഖം തന്നെ കേട്ടോ. അപ്പം ഇന്ന് പണിയെല്ലാം കഴിഞ്ഞ് ആൻറ്റി വന്നിട്ട് ഫുള്ള് ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചയാവാനാകുമ്പോൾ ഞാൻ വിചാരിച്ചാണെങ്കിൽ ഇന്ന് പംകിൻ കറി വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതാണ് കേട്ടോ. നമുക്ക് ഒരു എന്താ പറയുക ചോറിൻ്റെയൊക്കെ സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ ചക്കക്കറിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ അങ്ങനെ നോർമൽ വെറുതെ ഇരുന്നിട്ട് കൂട്ടാൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അടുക്ക് നമ്മൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു പംകിന് വാങ്ങിക്കും കേട്ടോ. ചെറിയൊരു കഷ്ണമായിട്ട് വാങ്ങിക്കും. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞെങ്കിലും ഭയങ്കര ഈസിയാണ്. അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതൊരു എന്താ പറയുക 3-4 ചെറിയ കുഞ്ഞു കുഞ്ഞു ഒരു സാധനം മാത്രമേ ഇനി മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് കുക്കറിൽ ചെയ്തിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുരു കാര്യങ്ങൾ അതെല്ലാം ക്ലീൻ ചെയ്യുക. പിന്നെ അതിൻ്റെ ബാക്കിലുള്ളത് ഈ ഒരു തോട് ഇത് കുറച്ച് ഹാർഡാണ്. എന്നാലും ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ ബാക്കിലത്തെ അതും ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. എന്താ പറയുക ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് പംകിന് തോടെല്ലാം നല്ല ഇതുപോലെ ഇതാക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ എല്ലാത്തിൻ്റെയും ബാക്കിലുള്ള അത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലാക്കട്ടെ കേട്ടോ, കട്ടാക്കിയിട്ട് എടുക്കണ്ടേ. അപ്പം ബാക്കിയുള്ള വേസ്റ്റ് എല്ലാം തൽക്കാലത്തേക്ക് ഇപ്പം നമുക്ക് ഒന്ന് സൈഡാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം ബാക്കിയുള്ള പംകിന്. പിന്നെ അതിൻ്റെയൊക്കെ ആ പംകിൻ്റെയൊക്കെ ഇടുന്നതാണ് ഇത് ബീഫിൻ്റെ നെയ്യ് നല്ല നല്ല നെയ്യ് കേട്ടോ. നല്ല മോശമായിട്ടുള്ളതല്ല, നല്ല നല്ല നെയ്യ് ഉണ്ടാവും. അതും അതിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഇറച്ചി പീസ് അങ്ങനത്തെ എല്ലാം ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചത്. നല്ല ഐസ് ഉണ്ടായിന് കേട്ടോ, അതിനെ കൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം ഈ പംകിൻ്റെ ഒക്കെ ഇടാൻ ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഇടുന്ന ആൾക്കാരെങ്കിൽ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഇട്ടിട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല. ഈ ബീഫിൻ്റെ കുറച്ച് നെയ്യെല്ലാം ഇട്ടിട്ട് കഴിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. ബാക്കിയുള്ള ഇത് പംകിൻ അതായത് ചെരങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കെല്ലാം കുക്കറിൽ ഇട്ട് കൊടുക്കാം. കുക്കറിലാണ് കേട്ടോ വെക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കർ തന്നെ വേണമെന്നില്ല, പക്ഷേ നമുക്ക് പെട്ടെന്ന് കുക്കാക്കിയിട്ട് എടുക്കാൻ പെട്ടെന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുക്കറാണ് നല്ലത്. അപ്പം പംകിൻ എടുത്ത് നല്ല ഞാൻ വാഷാക്കിയിട്ടുണ്ട്. മീൻസ് കട്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ നല്ല വാഷാക്കിയിട്ടുണ്ടായത്. അതിന് ശേഷം ആ ബീഫ് അതിൻ്റെ നെയ്യും ആ ബീഫിൻ്റെ കഷ്ണം അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കൂട്ടാം. അതായത് ആ ഒരു പംകിന് ചിരങ്ങ ഒന്ന് മുങ്ങുന്നത് വരക്കും ഇച്ചിരി വെള്ളം കൂട്ടാം. നല്ലോണം വെള്ളം വേണ്ട, ആ ഒരു ചിരങ്ങ മുങ്ങുന്ന ആ ഒരു സൈസിൽ വെള്ളം കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒരു 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ആക്കിയിട്ട് വെച്ചിട്ട് അത് വേവുന്നവർക്കും അതിൻ്റെ വിസിലിട്ട് കൊടുക്കുക. ഞാനൊരു 3-4 വിസിലോളം ഇട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ വേണ്ടത് ഇതിലേക്ക് തേങ്ങയാണ്. അപ്പോൾ ഇതൊരു ഫുള്ള് തേങ്ങയാണ് കേട്ടോ. ഞങ്ങൾക്ക് തേങ്ങ ഇതുപോലെയാണ് ഇവിടെ കിട്ടൽ. ഈ ഫുള്ള് തേങ്ങൻ്റെ പകുതിയോളം തേങ്ങയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതായത് ആ ചെറിയൊരു ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും ഇത്. അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്ത വെളുത്തുള്ളി വലിയ ഇതാണ്, അതിനെ കൊണ്ട് 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഉള്ളിയും. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചിട്ടുള്ള മുളക് ഞാൻ 2 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നല്ല എന്താ പറയുക മഷി പോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു തരി പോലെ അല്ല കേട്ടോ, നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഞാൻ വിസിലെല്ലാം കഴിഞ്ഞിട്ടായിട്ടാണ് കേട്ടോ തുറക്കുന്നുള്ളത്. അപ്പോൾ ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരിയേ വെള്ളമില്ല കേട്ടോ, ബാക്കിയെല്ലാം വെള്ളം അതിലേക്ക് വെന്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ നെയ്യൻ്റെ അതെല്ലാം ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല, അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതെല്ലാം ഒരു നെയ്യ് പോലെ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്.
ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇതിനെ കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കാൻ കേട്ടോ. ഇതുപോലത്തത് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ളതിനോട് ഉടച്ചെടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലോ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിനോട് തന്നെ നോർമലായിട്ട് ഒന്ന് നല്ലതിലൊന്ന് മൊത്തത്തിൽ എന്താ പറയുക ചിരങ്ങല നല്ലതിലൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുക്കുമ്പോൾ ബാക്കി വെള്ളം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ കുറച്ച് വെള്ളം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായ ആ തേങ്ങ ഉണ്ടല്ലേ അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നിങ്ങളെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള എരിവ് ഇതിൽ തന്നെ ഇട്ട് കൊടുത്തോട്ടെ. ഞങ്ങൾ മുളക് പൊടിയോ മറ്റപ്പൊടിയോ ഒന്നും ഇടുന്നില്ല, വെറും പച്ചമുളക് മാത്രമാണ് കേട്ടോ ഇതിന് ആ ഒരു ടേസ്റ്റിന് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ചിട്ടുള്ള എരിവ് അനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലതിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കുള്ള ആ വെള്ളമെല്ലാം ഉണ്ടല്ലോ, ആ വെള്ളമെല്ലാം വറ്റുന്നത് വരെക്കും വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം തീ ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ല എന്താ പറയുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ ഉപ്പെല്ലാം നോക്കുക. ഉപ്പെല്ലാം വേവുന്ന അതിൽ തന്നെ അനുസരിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ആ വെള്ളമെല്ലാം ഒന്ന് പോകുന്നത് വരെക്കും നല്ലതിലൊന്ന് വേവിച്ച് കൊടുക്കുക. നല്ല കുറുകിയിട്ട് വരണം കേട്ടോ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നല്ലതിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റിയിട്ട് ഇതുപോലെ കുറുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പംകിൻ കറി ചിരങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സംഭവമാണ്, ഭയങ്കര ടേസ്റ്റാണ്. ആ ബീഫിൻ്റെ അതും കൂടി ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ചൂടോടെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ്, കുറേ ഇതൊന്നും ആവശ്യമില്ല. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ ഒക്കെ തന്നെയല്ല, നമ്മൾ വെറുതെ ഇരുന്നിട്ട് തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കുള്ള പരിപാടിയാണ് ഇതുണ്ടാക്കി. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇതാ മന്നുവിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ടായി കേട്ടോ. കുട്ടിപ്പട്ടാളം അപ്പുറത്തിപ്പുറത്ത് വിളിക്കുന്നതെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ ഓരെല്ലാം നല്ല കളിയിലാണ്. പിന്നെ ഇത് ഞാൻ ഓൺലൈനിലായിട്ട് നെജു വാങ്ങിച്ച കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും ഞാൻ പറയും ഓൺലൈനിൽ കുറേ സാധനം വാങ്ങിച്ചിനി കാണിക്കാമെന്ന്. പിന്നെ അത് അതിലേ പോവും, ഇട്ടിട്ട് പോവും, അത്ര തന്നെ. കാണിക്കൽ കുറവാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്രാവശ്യം എന്തായാലും കാണിക്കാമെന്ന്. ഇത് മോൾക്ക് ഫ്രോക്ക് വാങ്ങിച്ചാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ അതിന് ഇതാ ഈ ഒരു ക്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് 1 വയസ്സിൽ ഇടുന്നാന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അല്ല, നമുക്കൊരു 9 മന്ത് ആകുമ്പോൾ തന്നെ ഇത് ഇടാം കേട്ടോ. അങ്ങനെ വലിയ ഇതായിട്ടുള്ള ഇത് ഫ്രോക്സ് അങ്ങനെയൊന്നുമല്ല, നമുക്കിടാം. പിന്നെ ഇത് വേറെ ഒന്നാണ്. ഇതും അതുപോലെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ ഇത് നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. നല്ലൊരു പിങ്കിഷ് അല്ല, ഒരു പീച്ച് കളർ തോന്നുന്നല്ലേ, പീച്ച് കളർ അതുപോലെ ആയിട്ട് വരുന്നത്. നല്ല സോഫ്റ്റ് നല്ല മെറ്റീരിയൽ, എന്താ പറയുക കുഞ്ഞു മക്കൾക്ക് ഇടാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട്. ഇനിതാ ഈ ഒരു തൊപ്പി ഇതായിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. തൊപ്പികൾ ഇടുമോയെന്നറിയില്ല, പക്ഷേങ്കിൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇത് സോക്സ് പിങ്ക് കളർ തന്നെ വാങ്ങിച്ചത്. അതിൻ്റെയൊക്കെ ഇടാം, അല്ലെങ്കിൽ നമുക്ക് വേറെ ഡ്രസ്സ് വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതും അങ്ങനെ കേട്ടോ, നല്ല സോഫ്റ്റാണ്. കാണുന്ന പോലെ നല്ല നമ്മളിങ്ങനെ തൊട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ പറയുന്നില്ലേ, അലിഞ്ഞു പോകുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ്. തൊട്ടിട്ടാകുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടിൽ അങ്ങനെ എന്താ പറയുക ഇതായിട്ട് പോവില്ല കുഞ്ഞുങ്ങൾ, അതിനിടുന്നതാണ് കേട്ടോ. മുട്ടിൽ ഇഞ്ഞു പോകുന്നു പറയുന്നില്ലേ, ആ സമയം ഇടുന്നതാണ്. അപ്പോൾ ഇതും വാങ്ങിച്ചിട്ടുണ്ട് അതിനേജു. കാരണം മുട്ടിന് എന്താ പറയുക ഈ ബ്ലാക്ക് വരുന്നത് അല്ലെങ്കിൽ മുട്ട് വേദനിക്കുന്നത് അതെല്ലാം ഉണ്ടായില്ല. ഇത് ഇടുമോയെന്ന് അറിയില്ല, ചില കുഞ്ഞുങ്ങൾക്ക് ഇടുമ്പോൾ അത്ര ഇഷ്ടമാവില്ല. എന്നാലും വാങ്ങിച്ച് ഉള്ള പിറക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻസി ഐറ്റമാണ് ഈ പെൻഡൻറ്റ് അങ്ങനത്തെ എല്ലാം. എനിക്ക് എന്താ പറയുക പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ പറയുക എൻ്റെ അടുത്ത് കുറേ കളക്ഷൻസ് ഉണ്ട്. കുറേ കളക്ഷൻ ഉണ്ടായത് ഞാൻ കുറേ ആൾക്ക് കൊടുത്തിട്ടാ. പിന്നെ എന്താ പറയുക കുറേ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബ്രേസ്ലെറ്റ് കാര്യങ്ങൾ അതിൻ്റെയൊക്കെ എല്ലാം ഇടാൻ പറ്റിയ റിങ്സ് അങ്ങനത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ അടുത്തായിട്ട് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിട്ടാ. ഇത് ചെറുത് വലുത് അങ്ങനെ എല്ലാം ആക്കാം. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാല, ഒരു നെക്ലേസ്, വലിയൊരു ഇതായിട്ട് വരുന്നുള്ള ഒരു പെൻഡൻ്റായിട്ട് ഹാർട്ട് ഷേപ്പാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഡ്രസ്സോ എല്ലാം ഗൗണോ അതിൻ്റെയൊക്കെ എല്ലാം കുറച്ച് ഓപ്പണായിട്ടുള്ള നെക്സ് എല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇട്ടിട്ട് പോകാൻ വേണ്ടി നല്ല രസമുണ്ടാവും. നല്ല എന്താ പറയുക
സ്റ്റോൺ വന്നിട്ട് റെഡ് കളർ സ്റ്റോൺ വന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഇത് വേറൊന്ന്, ഇത് ബട്ടർഫ്ലൈ ആ ഒരു ഷേപ്പ് വരുന്ന കേട്ടോ. ഇതും അങ്ങനെ ഭയങ്കര രസമാണ്. നല്ല എന്താ പറയുക കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ അങ്ങനെ ആയിട്ട് വരുന്ന ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതും അങ്ങനെ നമുക്ക് ക്യാഷ്വൽ എന്നല്ല, നമുക്ക് എന്താ പറയല് ജീന് അങ്ങനത്തെ എല്ലാം ഇടുമ്പം അതിൻ്റെ കൂടെ ഇടാം. ലെങ്തി അങ്ങനെ ഇതായിട്ട് വേണമെങ്കിലും ഇടാം, അല്ലെങ്കിൽ ചുരിദാർ ഗൗണ് എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. എന്തിനും ഇടാം. അത്ര രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഇതല്ലേ ഇത്. പിന്നെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായി. ഇത് ബ്ലഷാണ് കേട്ടോ. ക്രീമി ടെക്സ്ചർ, നല്ല ക്രീമി ആയിട്ട് വരുന്നുള്ള അങ്ങനത്തേതാണ്. എന്താ പറയല് നല്ല കളറാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്. പിന്നെ ഇതിനെ കൊണ്ടൊക്കെ അങ്ങനെ അധികം പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മേക്കപ്പ് പ്രോഡക്റ്റ്സ്. പിന്നെ എന്താ പറയുക ഫാൻസി ഐറ്റംസ് ഇങ്ങനത്തെ എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ചിലതൊന്നും ഞാൻ യൂസ് ചെയ്യലുമില്ല, പക്ഷെ കാണുമ്പോൾ വാങ്ങിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയം എൻ്റെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടാകുമ്പോഴേക്കും എന്താ പറയുക ഫേസിന് അങ്ങനെ സൂട്ടാവില്ല, അപ്പോൾ അടവെക്കും. അതാണ് പക്ഷേങ്കിൽ ഇത് നല്ല കളറാണ്, നല്ല ഇതാണ് കേട്ടോ. എന്താ പറയുക ന്യൂഡ് എന്നെല്ലാം പറയില്ല, അതുപോലത്തെ നല്ല കളറാണ്. പിന്നെ ഇത് ഒരു മൊറോക്കൻ എന്ന് പറഞ്ഞിട്ട് മൊറോക്കൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ വാങ്ങിച്ചിട്ടാകുമ്പോഴത്തേക്ക് നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല മോയ്സ്ചറൈസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ്. ഇത് ഇടുമ്പോൾ നമുക്ക് കാണില്ല കളർ, പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കേട്ടോ അതിൻ്റെ കളർ വരുന്നത് തന്നെ ഒരു പിങ്കിഷ് കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എന്താ പറയുക നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിക്ചറിൽ കാണുമ്പോൾ അത്രയൊന്നും വിചാരിച്ചില്ല, പക്ഷെ വാങ്ങിച്ചിട്ട് ഇതായിട്ടാകുമ്പോൾ നല്ല ഉണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മൂഡ് മാച്ചർ, എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡിൽ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചില ആൾക്കാർ ഫ്രണ്ട്സെല്ലാം ചോദിക്കലുണ്ട് എന്ത് ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്ന്. അപ്പോൾ ഞാൻ ഒന്നല്ല കേട്ടോ, ഞാൻ 2-3 ഇടും ഇപ്പോൾ ഒരു കളറെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്, മൂഡ് മാച്ചറിൻ്റെ. എനിക്ക് ഭയങ്കര എൻ്റെ പേഴ്സണൽ ഭയങ്കര ഫേവറേറ്റാണ് ഇത്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇട്ടിട്ടാകുമ്പം നമുക്ക് കാണില്ല, പക്ഷേ ഇട്ടിട്ട് കുറച്ച് കൈമാറ്റാ അതിൻ്റെ കളർ ഇങ്ങനെ വരലും. അത് നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇതാണ്, നമ്മളെ ലിപ്സിനെല്ലാം ഇതാണ്. എൻ്റെ അത്രയും ഫേവറേറ്റാണ് കേട്ടോ ഇത്. ഇതാ ഞാൻ കൊണ്ടുവന്നിട്ട് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായി. മൂഡ് മാച്ചറിൻ്റെ കേട്ടോ. നല്ല ലിപ്സ്റ്റിക്കാണ്. ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ, അത്രയും നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് പൗഡർ, സെറ്റിംഗ് പൗഡർ, ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല ഇതാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് ഓർഡർ ആക്കിയല്ല കേട്ടോ, നെജു സെപ്പറേറ്റ് തന്നെ ഓർഡർ ആക്കി തന്നതാണ്. കിട്ടിയിട്ടാകുമ്പോൾ വന്നിട്ട് അറിഞ്ഞത് ഈ സാധനം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നല്ലതാണ്, റിമ്മലിൻ്റെ ആണ്. ഇതും എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഇതും ഇതുപോലെ തന്നെ 08 വരുന്ന ബ്ലഷ് തന്നെയാണ് കേട്ടോ. ബ്ലഷായിട്ട് മാത്രമല്ല, ഇത് നമുക്ക് ഐ ഷേഡോ ആയിട്ട് യൂസ് ആക്കാം, പിന്നെ ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ആക്കാം. ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് കേട്ടോ ഇതെനിക്ക് ഞാൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുക ഒരു വെൽവെറ്റ് ആ ഒരു ടൈപ്പ് വരുന്നില്ലേ, ആ ഒരു ഇതാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാ കളർ കണ്ടിട്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല സ്മൂത്താണ്. പിന്നെ ഇത് പറഞ്ഞിട്ടില്ലേ ബ്ലഷായിട്ട് ചെയ്യുക, പിന്നെ ലിപ്സ്റ്റിക്കായിട്ട് ചെയ്യുക, ഐ ഷെയ്ഡായിട്ട് നമുക്ക് ഇടാം. നല്ല നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റാണ്, നല്ല കളറാണ്. ഞാൻ മറ്റെന്താ പറയല് ഇതിൽ കാണുന്നതിനെക്കാട്ടും എനിക്ക് കിട്ടിയിട്ടാകുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും സാധനമാണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക വാലൻറ്റൈൻസ് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. പിന്നെ ടിർട്ടിറിൻ്റെ ഫൗണ്ടേഷനും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായി. പക്ഷേങ്കിൽ ഞാനത് ഓപ്പൺ ആക്കിയിട്ട് ഇടുമ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നിനെ കാട്ടി ഭയങ്കര ഡാർക്കായി പോയിട്ടാണ് അങ്ങനെ റിട്ടേൺ കൊടുത്തിട്ടുള്ളതാണ്. ഇൻഷാ അല്ലാ അത് കിട്ടിയിട്ട് സെക്കൻഡ് ഇനി റിട്ടേൺ അതിൻ്റെ ഇത് നേരെയുള്ള ഞാൻ 25 എണ്ണാണ് എനിക്ക് വേണ്ടത്, പക്ഷെ അത് 38 എണ്ണ അങ്ങനെ എന്തോ ഉണ്ടാന്ന് കിട്ടിയത്. അപ്പോൾ അത് റിട്ടേൺ കൊടുത്തിട്ടാണുള്ളത്. ഇൻഷാ അല്ലാ കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം. നല്ല സൂപ്പറായി ഉണ്ടായിട്ടാ. പക്ഷേങ്കിൽ എൻ്റെ കളറിനേക്കാളും എനിക്ക് മാച്ചില്ല, ഭയങ്കര ഡാർക്ക് കളറായിപ്പോയി, ഭയങ്കര സങ്കടമായിപ്പോയിട്ടാ. എന്തായാലും ഇൻഷാ അല്ലാ കിട്ടിയിട്ടാകുമ്പോൾ ഞാൻ അതിനെ കൊണ്ടുള്ള ഒരു വീഡിയോ ഇടാം ഇൻഷാ അല്ലാ. അങ്ങനെ അൺബോക്സിങ് വീഡിയോയും കഴിഞ്ഞ് ഒരു വൈകുന്നേരമായിട്ടാകുമ്പോൾ ഇതാ മൈഷ വലിയ മോള് ട്യൂഷൻ പോകാമെന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ഫ്ലാറ്റിലാണ് കേട്ടോ അവൾ പോകുന്നുള്ളത്. ഇപ്പോൾ ആനുവൽ എക്സാമെല്ലാം സ്റ്റാർട്ട് ചെയ്ത്
പിന്നെ അതാണ് നല്ല ക്ലൈമറ്റാണ്, നല്ല കാറ്റാണ് കേട്ടോ. ഒരു വൈകുന്നേരം എല്ലാം ആകുമ്പം ഇവിടെ നിൽക്കും. കുഞ്ഞിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓൾക്കിങ്ങനെ കാറ് ഇങ്ങനെയെല്ലാം പോകുന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാതെ. ബൈ ബൈ.